ഞാനിപ്പം ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ ഇതിൽ 1-2 വീഡിയോസ് ശ്രദ്ധയിൽപ്പെട്ടു. ഇവരൊന്നും കോമണേഴ്സ് അല്ല, UK നിന്ന് വരുന്നു, ജർമ്മനിയിൽ നിന്ന് വരുന്നു, UAE നിന്ന് വരുന്നു. അവരെങ്ങനെയാണ് കോമണേഴ്സ് ആവുന്നത്? എഞ്ചിനീയർ ആണ്, IT പ്രൊഫഷണൽ ആണ്, അങ്ങനെയൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ IT പ്രൊഫഷണൽ അല്ല. ഞാൻ മുൻപ് ഇൻഫോസിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ UAE ഒരു കോൺട്രാക്ടിംഗ് ഫേമിൽ എഞ്ചിനീയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഉറക്കൊഴിച്ച് പഠിച്ച് ഗവൺമെന്റ് കോളേജിൽ പഠിച്ച് ഒരു ജോലി എങ്ങനെയൊക്കെയോ തരപ്പെടുത്തിയെടുത്ത ഒരാളാണ് ഞാൻ. അപ്പം കഷ്ടപ്പെട്ട് പഠിച്ച ഒരാള് ജോലി കിട്ടുമ്പോഴേക്കും കോമണർ അല്ലാണ്ടാവോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ പൊതുവെ നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു ഫീൽഡിൽ കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളുകളൊക്കെയാണ്. ചിലപ്പോൾ അവർ അത്ര വലിയ നിലയിലെത്തിയിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ അവർ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ആ ട്രൈ ഒരു സിഗ്നിഫിക്കന്റ് ട്രൈ ആയിരിക്കും. എന്റെ എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള ഫീൽഡ് തന്നെയാണ്. അതായത് ഒരു പഠിക്കുക, അതിലൂടെ ആ പഠിത്തത്തിലൂടെ ഒരു ജോലി കിട്ടുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. പിന്നെ പ്രിവിലേജ്ഡ് ആണ്. ഒബ്വിയസ്ലി ഒരു വലിയൊരു ജനതയെ നോക്കുമ്പോൾ കുറച്ച് പ്രിവിലേജ്ഡ് ആണ്. അത് പക്ഷെ എനിക്ക് ആരും കൊണ്ടുതന്നൊന്നുമല്ല. എന്റെ അച്ഛനും അമ്മേന്റെ ഒരു കഷ്ടപ്പാട് കൂടാണ്ട് ഞാനും ട്രൈ ചെയ്ത ട്രൈയിലാണ് ഒരു ജോലി കിട്ടി അങ്ങനെ ജീവിക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വലിയ രോഗം വന്നാൽ തകരാവുന്ന ഒരു പ്രിവിലേജേ ഉള്ളൂ. അതും നമ്മൾ അതുകൊണ്ട് ഒരു കോമൺ അല്ലാണ്ടാവുന്നില്ല. പിന്നെ പാവപ്പെട്ട ആള് മാത്രം കോമണർ ആവും എന്നൊന്നുമില്ല. ഇപ്പൊ ഒന്നും നമുക്ക് പോകാനില്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ചുകൂടെ സുഖം, കുറച്ച് ധൈര്യം ഉണ്ടാവും. ഓക്കെ, ഇതിൽ നമ്മൾ മാക്സിമം കൊടുക്കാം, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് നോക്കാം അങ്ങനെ. പക്ഷെ നമ്മുടെ കയ്യിൽ നമ്മൾ ഒരുപാട് പ്രവർത്തിച്ച ഒരു സാധനം, എങ്ങനെയൊക്കെയോ കിട്ടിയൊരു സാധനം നമ്മളെ കയ്യിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ അത് നഷ്ടപ്പെടുത്തി നമ്മൾ ഇതിലേക്ക് പോകണോ എന്നുള്ളത് വലിയൊരു എന്താ ചോദ്യമാണ്. കോമണർ അല്ല എന്ന് പറയുന്നതിൽ ഒരു ഇതുമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അയ്യോ ഞാനെന്താ ഒരു കോമണർ അല്ലാത്ത എന്ന് തോന്നുന്നു. ബേസിക്കലി എൻ്റെ ഒരു നല്ല സൈഡ് ആൾക്കാർ കാണണം. ഇപ്പൊ നമ്മളിപ്പോൾ ദരിദ്രം പിടിച്ചിരിക്കുകയാണെങ്കിലും എൻ്റെ നല്ല ബെസ്റ്റ്, ഞാനൊരു റിച്ച് പേഴ്സൺ ആയിട്ട് എന്നെ കാണണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അച്ചീവ്മെന്റ്സിനെ വലുതാക്കി കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ കഷ്ടപ്പാടിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ വലിയ താല്പര്യമില്ല. കഷ്ടപ്പാട് എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും കഷ്ടപ്പാട് ലൈഫിലുണ്ടാവും. പിന്നെ അത് ഗ്ലോറിഫൈ ചെയ്യുന്നതിനേക്കാളും ഞാൻ ഇതൊക്കെ നേടി എന്ന് പറയുന്നതിനാണ് എനിക്ക് രസം. എനിക്കതാണ് ഇഷ്ടം. എന്തെങ്കിലുമൊക്കെ ലൈഫിൽ വരണം, അതെനിക്ക് ഞാനിത് നേടിയെന്ന് കാണിക്കണം, അതാണ്. അല്ലാണ്ട് എനിക്ക് ഇത്ര കഷ്ടപ്പെടാൻ അവരെന്നെ ഇത് ചെയ്തു, അവരെന്നെ അത് ചെയ്തു, ഞങ്ങളുടെ ജീവിതത്തിൽ തകർന്നു പോയി, ഇത് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അത് ഇഷ്ടമുള്ളവരുണ്ടാവും, എനിക്ക് ഇഷ്ടമല്ല. സോ അത് ക്ലാരിഫൈ ചെയ്യണം തോന്നി എന്താ വന്നത്. ഓക്കെ ബൈ, പിന്നെ വരാം.